ബാധിക്കപ്പെട്ടു തന്റെ പുത്രിയെ തന്നെ താൻ എന്ത് ചെയ്തു? മോഹിച്ചു. മണ്ഡോദരിയുടെ പുത്രിയാണ് സീത. ഉഴവശാലിൽ നിന്നും കിട്ടിയതാണ് അതിന് സീത എന്ന് പേരിട്ടത് ജനകൻ. അതുകൊണ്ട് എന്ത് ചെയ്ത? മണ്ഡോദരിയുടെ പുത്രിയാണ്, രഹസ്യമായിട്ടുണ്ടായ പുത്രി. പക്ഷേ പവിത്രമായ ധ്യാനത്തോടും ഭാവത്തോടും കൂടി മണ്ഡോദരിക്കുണ്ടായ പുത്രി ആയതുകൊണ്ട് സീത എന്ത് ചെയ്തു? ലക്ഷ്മിയായിട്ട് മാറി. ഇല്ലേ? അതാണ് ജന്മത്തിന്റെ വ്യത്യാസം. കണ്ടോ? നിങ്ങളത് മനസ്സിലാക്കപ്പെടണം. വേദവ്യാസൻ ഉണ്ടായത് അങ്ങനെ, കൃഷ്ണദ്വൈപായന് മുക്കുവശ്രീക്കുണ്ടായതാണ്. പക്ഷെ എന്ത്? വേദങ്ങളെ നാലായിട്ട് പകുത്തുകൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കപ്പെട്ട് ഉറക്കം വരുന്നത്. ഇത് കേട്ടാൽ ഉറക്കം വരും. അവന്റെ നീചത്വം അങ്ങനെ ബാധിക്കപ്പെട്ട് വെച്ചിരിക്കും. എന്ത് ചെയ്യുന്നു? അങ്ങനെ മുക്കുവശ്രീക്ക് ഉണ്ടായ പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ. വേദങ്ങളെ നാലായിട്ട് ദീർഘച്ചൂർ സാമാധർവ ഭാവങ്ങൾ ഒന്നായിരുന്നു. അതിനെ നാലായിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? 4 ഭാവത്തിൽ മനുഷ്യനെ സാമഗാനമായിട്ട് അങ്ങനെ വെറും ലളിതമായ രീതിയിൽ ഉച്ചരിക്കപ്പെട്ടു. വെറും ലളിതമായ ഭാവത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഗാനം സാമഗാനം. ആ സാമഗാനം എന്താ മക്കളെ? സ്വരവ്യഞ്ജനങ്ങൾ എന്താ മക്കളെ? സരി ഗ മ പ ധ നീ സ. കണ്ടോ? അങ്ങനെ സ്വരങ്ങളായിട്ട് അങ്ങനെ ഉച്ചരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സപ്തധാരകൾ അവിടേക്ക് അങ്ങനെ വന്നു. പാട്ടിൽ മഴ പെയ്യും കേട്ടിട്ടില്ലേ? അന്തരീക്ഷത്തെ നിശ്ചലമാക്കുവാൻ പാട്ടിനെ കൊണ്ട് സാധിക്കപ്പെടും. പ്രബന്ധത്തിന് ശുദ്ധി ഉണ്ടാകാൻ, ഏകീകരണം കിട്ടാൻ നീ ഒരു നല്ല പാട്ട് കച്ചേരി കിട്ടുമ്പോ അവിടെ ഹൃദയത്തിലെ ഏകീകരിക്കപ്പെട്ടുകൊണ്ട് നിൽക്കപ്പെടും. ഇല്ലടോ? അപ്പൊ അങ്ങനെയാണ് ആ സ്വരങ്ങളുടെ ഭാവം. അപ്പൊ എന്ത് ചെയ്തു? അമൃതസ്വരം അങ്ങനെ മൃദുഭാവമായിട്ട് തന്റെ പാദത്തിലേക്ക് കൊണ്ടുവന്നു. ആര്? ആ സ്വരങ്ങൾ തന്റെ പാദത്തിലേക്ക് കൊണ്ടുവന്നു. ആര്? അമ്മയും അച്ഛനും കൂടെ നാട്യബ്രഹ്മം നടേശ്വരൻ തന്റെ ചലനാത്മകമായ ഭാവങ്ങളിൽ കൂടെ അങ്ങനെ ധിമി ധിമി ഭാവങ്ങളിൽ അങ്ങനെ ഉച്ചരിക്കപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ഓരോ ചാട്ടത്തിൽ ഓരോ ചൗടിനും ജന്മങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതാണ് ഭഗവാന്റെ ശക്തി. ശിവശക്തി, ബ്രഹ്മശക്തി, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി. ഇതെല്ലാം കേൾക്കണം. ഇങ്ങനെ താൻ പറയണം. അവൻ മുൻപോട്ട് എന്ത് ചെയ്തു? രാവണനെ ഒരു ഭാവത്തിലും കൊല്ലാൻ വയ്യാതെ ഒന്നെയും തല പോകും, പിന്നെയും തല വന്നിരിക്കും. അല്ല 10 തല നിലനിൽക്കുകയല്ല. പിന്നെ ഒന്നെയും തല പിന്നെ അവിടെ വന്നിരിക്കും. പിന്നെ അങ്ങനെ 10 പ്രാവശ്യം ചെയ്തിട്ടും 10,000 പ്രാവശ്യം ചെയ്തിട്ടും എന്ത് ചെയ്യും? തല പിന്നെ അവിടെ രാവണത്തിൽ കൊണ്ട് കൊല്ലാനൊക്കെ. ഇത് കണ്ട് ദേവന്മാരെല്ലാം കുഴങ്ങി. എല്ലാവരും ഭഗവാൻ കുഴങ്ങി. നാരായണനാകുന്ന ശ്രീരാമൻ കുഴങ്ങി. അമ്പും വില്ലും താഴെ വെച്ചു. താഴെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്യും എന്ന് മുൻപോട്ട് ചിന്തിക്കപ്പെട്ടു. ആരാവന്റെ കൂടെ നിൽക്കുന്ന ത്രിലോകമാകുന്ന ശക്തിയാകുന്ന അമ്മയും അച്ഛനും കൂടാണ്, ശിവനും കൂടാണ്. ശിവൻ കൊടുത്ത വാളമൊക്കെ ഉണ്ട് കൈ. എല്ലാം കൊണ്ടും അങ്ങനെ ശക്തിവാനായിട്ടാണ് നിൽക്കുന്നല്ല, ചുമ്മാതെ നിൽക്കുന്ന ഒരാളല്ല. അങ്ങനെ നിന്നപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷീകരിക്കപ്പെട്ടു. ബ്രഹ്മാവ് പ്രത്യക്ഷീകരിച്ചുകൊണ്ട്, ഹേ രാമ, നീ ധ്യാനം തുടങ്ങൂ. നീ അമ്മയെ പ്രസാദിപ്പിക്കപ്പെടൂ, നീ ധ്യാനിക്കപ്പെടൂ. എന്നാൽ മാത്രമേ ഈ രാവണനെ നികുംബലയിൽ ധ്യാനം ചെയ്ത് ശക്തി പ്രാപിച്ചവനാ അവനെ കൊല്ലണമെങ്കിൽ നീ അതുപോലെ തന്നെ ധ്യാനം ചെയ്ത് യാഗം നടത്തൂ. നീ അതുകൊണ്ട് എന്ത് ചെയ്തു? രാമേശ്വരത്ത് വിജനമായ സ്ഥലത്ത് ഒരു കൂവളമുണ്ട്. അതിന്റെ ചുവട്ടിലേക്ക് ഒരു മഹാലിംഗൻ രൂപവൽക്കരിക്കപ്പെട്ടു രാമൻ.
രൂപവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ബ്രഹ്മാവിന്റെ ആജ്ഞയാ അങ്ങനെ ഒന്നാം ദിവസം ഏകപദത്തിൽ നിന്നുകൊണ്ട് കാലെ ഒറ്റയ്ക്ക് വെച്ചുകൊണ്ട് മേലെടുത്ത് ധ്യാനം ചെയ്തു. രണ്ടാം ഭാഗത്തിൽ അങ്ങനെ രണ്ട് കാലും ഇങ്ങനെ വെച്ചുകൊണ്ട് മേലോട്ട് നോക്കി ധ്യാനം ചെയ്യപ്പെട്ടു. മൂന്നാം ദിവസം ത്രിഭാവങ്ങളിൽ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മഹാഭാവത്തിൽ ത്രിഭാവത്തിൽ അസുമൂർത്തികളെ ധ്യാനം ചെയ്യപ്പെട്ടു. നാലാം ദിവസം ചതുർവേദങ്ങളെ ധ്യാനിക്കപ്പെട്ടു വേദധ്വനീഭൂതമാകുന്ന ഭാവത്തിൽ അങ്ങനെ ധ്യാനം ചെയ്യപ്പെട്ടു. അഞ്ചാം ദിവസം അഞ്ചാം ദിവസം പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചാകാരമായ ശരീരഭാവം, ആ ശരീരഭാവം ഭഗവാനിലേക്ക് അമ്മയിലേക്ക് അങ്ങ് ലയനത്തെ ചെയ്തു. മഹാലിംഗത്തിലെ അമ്മ പ്രത്യക്ഷീകരിക്കത്തുള്ളൂ, അത് ഓർത്തുകൊള്ളണം. ശിവനോട് ചേർന്നേ ശക്തി നിൽക്കുകയുള്ളൂ. അത് തമിഴ്നാട്ടിലൊരു വാക്കുണ്ട്, ശിവനില്ലേ ശക്തിയില്ലേ, ശക്തിയില്ലേ ശിവനില്ലേ. ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ, ശിവനില്ലെങ്കിൽ ശക്തിയില്ലേ. അങ്ങനെ ഒരു ഭാവം ശക്തി അങ്ങനെയാണ്. അപ്പോൾ മുൻപോട്ട് അങ്ങനെ ധ്യാനം ചെയ്യപ്പെട്ട് പ്രപഞ്ചാകാരമാകുന്ന ഏകത്വമായ ഭാവത്തിൽ പ്രപഞ്ച ഭാവത്തെ അങ്ങനെ ആ മഹാലിംഗത്തിലേക്ക് ആരാധന ചെയ്തു. ആറാം ദിവസം ഷഡാധാരം തന്റെ ശരീരം വിട്ട് ധ്യാനം ചെയ്തപ്പോൾ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അമ്മയുടെ രൂപം അങ്ങനെ രേഖാഭാവത്തിൽ കാണാതായി ആ ശിവലിംഗത്തിന്റെ മുകളിൽ. ഏഴാം ദിവസം കൊണ്ട് ധ്യാനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും സപ്തധാരകൾ ആ ഭാവത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. സപ്തധാരകൾ ഒഴുകി കുളിർന്നപ്പെടുകയാണ് അമ്മ. രൂപവൽക്കരിക്കപ്പെടുന്നതിന് ജന്മം കൂടാൻ വേണ്ടി ജലം വേണ്ടുള്ളൂ. അപ്പൊ സപ്തധാരകൾ അവിടേക്ക് ഒഴുകപ്പെട്ടു. എട്ടാം ദിവസം എന്ത് ചെയ്തു? അമ്മ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കാഗോള രൂപത്തിൽ പ്രത്യക്ഷീകരിക്കപ്പെട്ടു. കരാളവക്തമാകുന്ന കാളി തന്റെ ഖഡ്ഗവുമേന്തി തന്റെ അസ്ത്രവുമേന്തി അങ്ങനെ രാമന്റെ മുൻപിലേക്ക് പ്രത്യക്ഷീകരിക്കപ്പെട്ടു. നിൽക്കുകയില്ല മുന്നിൽ കേട്ടോ, രാമനായോണ്ട് അത് നിൽക്കുകയില്ല. എന്നറിയാം, അമ്മയുടെ ഭയാനകമായ രൂപമാണ് കണ്ടത്. ദിവ്യമായ രൂപം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയെ കണ്ട് ബോധരഹിതയായിട്ട് രഹിതനായിട്ട് അമ്മ അച്ഛനും കൂടെ നാട്യം ചെയ്യുന്നത് കണ്ട് ബോധരഹിതനായിട്ട് താഴെ പോയി. ആരാ? മധുരൈ വീരൻ, അല്ലെ മധുരയിൽ തിരുമല നായിക്കൻ മധുരൈ വീരൻ അമ്മയെ മോഹിച്ചെന്നതാണ്. പക്ഷെ എന്ത് ചെയ്തു? കണ്ട രൂപം കണ്ടു കഴിഞ്ഞ് താഴേക്ക് ബോധരഹിതനായിട്ടൊക്കെ വീണു. അവിടെ സമസ്തവും സമർപ്പണം ചെയ്ത് ക്ഷേത്രം അവിടെ വെച്ച് വിളക്ക് കൊടുക്കുകയായിരുന്നു. തന്റെ സമസ്ത സ്വത്തുക്കളും താൻ ഉണ്ടാക്കുന്നത് മുഴുവനും അവിടെ ചെലവഴിക്കും എന്ന് സംസാരിച്ച വണ്ണം അഗോള രൂപത്തിൽ ആകൃതിയിൽ അമ്മ അന്തരീക്ഷത്തിൽ അങ്ങനെ രൂപം കണ്ട് അമ്മയെ കണ്ട് മതിമറന്ന് രാമൻ നിന്നു, ഒന്നും ചെയ്യാത്തവനായിട്ട്. കഴിഞ്ഞിട്ട് മഹാനവമി ദിവസത്തിൽ മഹാനവമി 9ാം ദിവസം അമ്മ എന്ത് ചെയ്തു? ശ്രീരാമന്റെ മുമ്പിൽ ശിവലിംഗത്തിലേക്ക് പ്രത്യക്ഷീകരിച്ച് മുൻപിൽ നിന്നു. മകനെ എന്ന് വിളിച്ചു. മകനെ എന്ന് വിളിച്ചു അമ്മ. സൗമ്യമായ ഭാവത്തിലാ ഉണ്ടായ ഭാവം വിട്ട് ഒരു സ്വല്പ സൗമ്യമായിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ മതിമറന്ന് നിൽക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ ബോധമില്ലാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? വിളി കേട്ട്, അമ്മയുടെ വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ആ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് തന്റെ വില്ലിൽ നിന്നും ബ്രഹ്മാസ്ത്ര അമ്പ് എടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുത്തു. അടയിലോട്ട് കൊടുത്ത് കൊടുത്തില്ല. കൊടുത്തോളൂ. ബ്രഹ്മാവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിന്റെ അധികാരി ബ്രഹ്മാണ്. ബ്രഹ്മാസ്ത്രം ബ്രഹ്മാവ് പ്രദാനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അത് ബ്രഹ്മാസ്ത്രമായിട്ട് മാറി. കണ്ടോ, ബ്രഹ്മത്തിൽ നിന്ന് അസ്ത്രമാക്കിയത്. എന്ത് ചെയ്തു? നീ ബ്രഹ്മാവ്, നീ ആ ഘോരന്റെ ആ നീതന്റെ
ആ നെഞ്ചിലേക്ക് അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറത്തക്കവണ്ണം അങ്ങോട്ട് അയച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ മഹാനവമി അസ്ത്രനാസ്തിയോടുകൂടി ആ അസ്ത്രം എന്ത് ചെയ്തു? രാവണന്റെ നെഞ്ചിലേക്ക് അയച്ചു കൊടുത്തു. താൻ സൃഷ്ടിച്ചയാളിനെ തനിക്ക് തന്നെ കൊല്ലുവാൻ സാധ്യമാകുള്ളൂ എന്ന് അവിടെ കൊണ്ട് തെളിയുന്നു. അമ്മ സൃഷ്ടിച്ചു, പിന്നെ അമ്മയാണ് അമ്മ രക്ഷിച്ച് വളർത്തിയത്. ആ വളർത്തിയ ആളിന് മാത്രമേ തന്നെ ശിക്ഷിക്കുവാനുള്ള, അല്ലാതെ വേറെ ആൾക്ക് ചെയ്യുവാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മുൻപോട്ട് അങ്ങനെ രാവണൻ വധിക്കപ്പെട്ടു. ജനങ്ങളെല്ലാം രാമനെ എടുത്തുകൊണ്ട് അങ്ങനെ തുള്ളിച്ചാടി, വാനരന്മാരും എല്ലാവരും കൂടെ തുള്ളിച്ചാടി എല്ലാവരും സന്തോഷിക്കപ്പെട്ടു. അങ്ങനെ സന്തോഷിക്കപ്പെട്ടുകൊണ്ട് വിജയദശമിയാകുന്ന ഇന്ന് എന്ത് ചെയ്തു? എല്ലാവരും ദീപങ്ങൾ കടലിൽ കുടിച്ച്, അങ്ങനെ തീർത്ഥസ്ഥലങ്ങളിൽ കുടിച്ച് ദീപങ്ങൾ വേന്തി അങ്ങനെ ആഘോഷപൂർവം എന്ത് ചെയ്തു? അങ്ങനെ വിജയദശമി കൊണ്ടാടി. അതാണ് വിജയദശമി. മനസ്സിലായോ? എന്താ വിജയദശമിയെ പറ്റി മനസ്സിലായല്ലോ. ആ പിന്നെ അത് കൂടാതെ നിസുംബഹന്ത്രി വടക്കൈയുടെ ഭാഗത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഭാഗത്ത് ഈ തെക്കൈന്റെ കഴിഞ്ഞ് വടക്കൈന്റെ അതിർത്തി ഭാഗത്തിലേക്ക് കഴിയുമ്പോൾ സുംബനെ നിസുംബനെ അത് ഈ ദിവസമാണ് കൊന്നത്. നിസുംബനെ കൊന്നുകൊണ്ട് ദുർഗ മഹാശക്തി വ്യാഘ്രാടൂടെയായിട്ട് നിസുംബഹന്ത്രിയായിട്ട് അപ്പൊ ദുർഗാപൂജ അനുഷ്ഠിക്കപ്പെടുന്നു. ദുർഗ അത് ഈ ദിവസം തന്നെ അവർ ആരാധിക്കപ്പെടുന്നു. അവളൊന്ന് കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ മഹിഷാസുരമർദ്ദിനിയായിട്ട് അത് ഈ ദിവസം തന്നെ മഹിഷാസുരമർദ്ദിനിയായിട്ട് അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ മഹിഷാസുരനെ കൊന്ന് അമ്മ